Hello, children. Let us continue with our lesson, that is life processes. In the previous video, we talked about autotrophic mode of nutrition. The topic for today is heterotrophic mode of nutrition. Under this saprophytic and parasitic, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓർഗാനിസംസിൻ്റെ തമ്മിൽ എങ്ങനെയാണ് അവർ ബോഡി സ്ട്രക്ചർ കോംപ്ലെക്സ് ആയി വരുന്നതോടെ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹൗ ദേ ടേക്ക് ഇൻ ഫുഡ് ആൻഡ് ഹൗ ദേ യൂട്ടിലൈസ് ഇറ്റ്, ദാറ്റ് ഓൾസോ ഗോസ് ഓൺ വേരിങ്. So let us begin with a very simple organism, that is amoeba. So this is amoeba. Let us see how amoeba takes its food. In lower classes we had studied, no? How it takes when the food particle comes in front of its body surface. അപ്പോൾ അമീബൻ്റെ ബോഡി സർഫേസിൻ്റെ അടുത്തേക്ക് ഒരു ഫുഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ മൗത്ത് ആൻഡ് ഓൾ ടു ടേക്ക് ഇൻ ഫുഡ്. വാട്ട് ഇറ്റ് ഡസ്, ആ ബോഡി സർഫേസിനെ മെല്ലെ പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുക സൂഡോപോഡിയ. എന്നിട്ട് എന്താവും, ആ പ്രൊജക്ഷൻസ് വന്ന് ഈ ഫുഡിനെ ചുറ്റും വന്ന് ഫ്യൂസ് ആവും. അപ്പോൾ ഈ ഫുഡ് ഒരു വാക്യൂളിൻ്റെ മാതിരിയായി ആ ബോഡീൻ്റെ ഉള്ളിലേക്ക് കടത്തും. പിന്നെ ഉള്ളിൽ വന്നിട്ടാണ് അത് ഫർദർ ഡൈജസ്റ്റ് ആവുക. പിന്നെ അത്യാവശ്യമുള്ള ന്യൂട്രിയൻസ് എടുക്കുക. പിന്നെ ആവശ്യമില്ലാത്തത് പിന്നെയും ആ വാക്യൂൾ കൂടി ബോഡീൻ്റെ പുറത്തേക്ക് പോകും. അപ്പോൾ ദിസ് ഈസ് ഹൗ ഡൈജഷൻ അക്കേഴ്സ് ഇൻ അമീബ. അപ്പോൾ അമീബനേക്കാളും കുറച്ചൊരു ഡെവലപ്ഡ് ഓർഗാനിസമാണ് പാരമേഷ്യം. പാരമേഷ്യം എന്താണ്, അതും ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമീബനേക്കാൾ വ്യത്യാസം എന്താണ്, അമീബൻ്റെ ഫുൾ ബോഡി സർഫേസാണ് ഫുഡിന് എൻട്രി ചെയ്യാൻ സമ്മതിക്കുന്നത്. പക്ഷെ പാരമേഷ്യം എന്ന് നോക്കൂ, അത് ഫുൾ ബോഡി സർഫേസ് കൂടി എവിടുന്നെങ്കിലും ഒന്നും ഭക്ഷണം അകത്ത് കടത്തൂല. അതിനൊരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിനെ പറയുക ഓറൽ ഗ്രൂവ്. ഓക്കെ, ആ സ്പോട്ടിലേക്ക് ആ ഓർഗാനിസം ഫുഡിനെ എത്തിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഫുഡ് ബോഡീൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ സ്പോട്ടിലേക്ക് ഫുഡിനെ എത്തിക്കാൻ സഹായിക്കുന്നത് ആ ബോഡീൻ്റെ മേലെ ഉള്ളത് ആ ഇങ്ങനത്തെ ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ്. അതിനെ പറയുക സീലിയ. ഈ സീലിയ എങ്ങനെ വേവ് മോഷനിൽ ഫുഡിനെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് ലാസ്റ്റ് ഫുഡിനെ ഓറൽ ഗ്രൂവിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഓർഗാനിസം ഇറ്റ്സ് ടേക്കിംഗ് ഇറ്റ്സ് ന്യൂട്രീഷൻ. Okay, now let us talk about nutrition in human beings. Okay, so this is a digestive system. Since lower classes we have been familiar with this. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ ഏതൊക്കെ പാർട്സ് ആണ്? ഫസ്റ്റ് ഫുഡ് പൈപ്പിനെ പറയുക ഈസോഫേഗസ്, ദെൻ യു ഹാവ് യുവർ സ്റ്റമക്ക്, ദെൻ ലിവർ ആൻഡ് പാൻക്രിയാസ് ആർ ഓൾസോ there, then you have your small intestine, large intestine, and the final opening of anus. This we have been seeing since lower classes, no? പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോണ ഒരു ഡൈജസ്റ്റ് സിസ്റ്റമിൻ്റെ ഡയഗ്രാം, യു മസ്റ്റ് ഹവ് നോട്ട് സീൻ ഇറ്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ബിക്കോസ് ഐ തോട്ട് ഇത് കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ every time when we talk about digestive system, our answer begins the alimentary canal, that is a digestive canal, is a long tube extending from the mouth to the anus, means it is a continuous tube. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാം ആവശ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റമിൻ്റെ വേർഷൻ. കോമഡി അല്ലേ? ആക്ച്വലി ഇങ്ങനെയാണ് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരു കണ്ടിന്യൂസ് പാത്വേ ആണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ പാക്കേജിങ്, ബോഡീൻ്റെ ഉള്ളിലെ പാക്കേജിങ് ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്, എന്നാലേ അത് ഒരു പിക്ചറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗ അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് എ കണ്ടിന്യൂസ് പൈപ്പ് ലൈൻ. സി, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ മൗത്ത്, ഓറൽ ഓപ്പണിംഗ്, then it proceeds to your stomach. Okay, stomach avada korche you have a broad structure, and then from there it extends into your small intestine, which continues into your large intestine. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് കനാലാണ്. ഈ കനാലിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് കണക്ഷൻ വരുന്നുണ്ട്. ഒന്നാണ് ലിവർ, ഒന്നാണ് പാൻക്രിയാസ്. ഈ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളെ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇൻജെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ ബേസിക് ഹൗ ദ, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ ബോഡീൻ്റെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ വലിച്ചു നോക്കിയാൽ ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ലെറ്റ് us see what happens from the beginning, what happens to the food. അപ്പോൾ what is digestion? It is breaking down of the food, no? The food that we eat, no, it is such a complex structure. അല്ലേ, അതിൻ്റെ അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഉണ്ടാവും, ആവശ്യമില്ലാത്തത് കുറേ ഉണ്ടാവും.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിന് റഫ് സർഫേസസ് ഉണ്ടാവും. അങ്ങനെ പല ടെക്സ്ചറല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമൊക്കെ. അപ്പോൾ ഈ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് മാത്രം എടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് ബോഡിയിൽ നിന്ന് പുറത്ത് തള്ളണം. അപ്പോൾ അതാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റമിൻ്റെ ടാസ്ക് അല്ലേ. നമ്മൾ എന്തൊക്കെ വാരി വലിച്ച് കഴിക്കുന്നുണ്ടോ അതിന് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്തത് പുറത്തേക്ക് തല്ലാം. അതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റമിൻ്റെ ടാസ്ക്. അപ്പോൾ ഇത് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹൗ ഇസ് ഇറ്റ് ഡൂയിങ്? ഇറ്റ് ഈസ് ഡൂയിങ് ഇറ്റ് ബൈ 2 ways. മെക്കാനിക്കൽ ഡൈജഷൻ ഇസ് ഓൾസോ ദെയർ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഇസ് ഓൾസോ ദെയർ. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിക്കൽ ഡൈജഷൻ പറഞ്ഞാൽ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് മെക്കാനിക്കലി. ഓക്കെ, കെമിക്കൽ ഡൈജഷൻ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ്. Okay, or some juices present in our digestive tract which breaks down food. അപ്പോൾ ഈ എൻസൈംസ് എന്താണ്? എൻസൈംസ് ആർ ഓൾസോ കോൾഡ് ആസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ അർത്ഥം എന്താണ്? സംതിങ് വിച്ച് മേക്സ് എ റിയാക്ഷൻ ഫാസ്റ്റ്. ഇപ്പോൾ ഒരു റിയാക്ഷൻ സ്ലോ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മളൊരു കാറ്റലിസ്റ്റ് ആ റിയാക്ഷനിൽ ഇട്ട് കൊടുത്താൽ ആ റിയാക്ഷൻ്റെ സ്പീഡപ്പ് ആയി പോകും. അപ്പോൾ അതേമാതിരി നമ്മൾ ബോഡിയിൽ കുറേ എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിൻ്റെ പണി എന്താണ്? ഒരു റിയാക്ഷന് സ്പീഡപ്പ് ചെയ്യാം, ടു ബ്രിങ് അബൌട്ട് എ റിയാക്ഷൻ or speed up a reaction. So we say enzymes are biological catalysts. Now let us see how the food is digested along the alimentary canal. Alimentary canal means your digestive tract. I hope this picture will help to understand better. First, when the food is taken in through the mouth. അപ്പോൾ മൗത്തിൽ തന്നെ ഫസ്റ്റ് ഡൈജഷൻ തുടങ്ങും. ഓക്കെ, എന്ത് ഡൈജഷൻ? മെക്കാനിക്കൽ ഡൈജഷൻ. ബിക്കോസ് വി ആർ ചൂയിങ് അവർ ഫുഡ് അല്ലേ, കുറേ നല്ല ദാറ്റ് ഈസ് വൈ വി ഓൾവേസ് സേയിങ് നോ നൈസ്ലി ചൂ യുവർ ഫുഡ് ബിഫോർ യു സ്വാലോ. ബിക്കോസ് കുറച്ച് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റമിൻ്റെ ടാസ്ക് അവിടെ ഈസി ആയി കിട്ടും. ഫുഡ് നല്ല ചൂ ചെയ്താൽ ഒരുവിധം ഫുഡിനൊക്കെ നല്ല പൊടിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ വി ഹാവ് ടു സ്വാലോ ദ ഫുഡ്. നോ, ടു മേക്ക് ഇറ്റ് ഈസി വി ഹാവ് അവർ സലൈവ അല്ലേ. സലൈവ വെറ്റ്സ് ദ ഫുഡ് ആൻഡ് മേക്സ് ഇറ്റ് ഈസി ടു സ്വാലോ. But then children, did you know that chemical digestion of food also happens in the mouth? How? Because of the presence of enzymes in saliva. So you have to know the name of this enzyme, that is amylase. Amylase present in saliva, it breaks down starch. So in the food that we are eating, starch ഉണ്ടെങ്കിൽ ആ സലൈവൻ്റെ ആക്ഷനെ കൊണ്ട് ആ സ്റ്റാർച്ച് ഓൾറെഡി ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു കുറച്ച് ചോറെടുത്ത് വായിലിട്ട് വെക്കും, കറിയൊന്നും ഒഴിക്കാതെ വെറും ചോറ് എടുത്ത് വായിലിട്ട് ഒന്ന് ചവച്ച് നോക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മധുരിക്കും. ഫസ്റ്റ് ഇട്ടപാടൊരു മധുരം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് ചവച്ചതിൻ്റെ ശേഷം ഒരു മധുരം ഫീൽ ചെയ്യും. അതെങ്ങനെയാണ്? ഇട്ടപാട് അത് സ്റ്റാർച്ചാണ്. നിങ്ങൾ ചവച്ചപ്പം എന്തായി? നിങ്ങൾ സലൈവയിൽ മിക്സായിട്ട് amylase has worked on your starch and broken it down into glucose. ആ ഗ്ലൂക്കോസിൻ്റെ മധുരമാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. Okay, so chemical breakdown of food begins in the mouth itself. So in mouth you have both chemical as well as mechanical breakdown of food. And which is the enzyme that the salivary glands produce? The enzyme is amylase. ഓക്കെ, സോ നൗ ഇപ്പോൾ ഫുഡിൻ്റെ കുറച്ച് ഡൈജഷൻ, അവിടെ പ്രോട്ടീൻ്റെ ഫാറ്റ്സിൻ്റെ ഒന്നും ഡൈജഷൻ നടക്കുന്നില്ല, ഓൺലി സ്റ്റാർച്ചിൻ്റെ ഡയറക്റ്റ് ഡൈജഷനാണ് മൗത്തിൽ നടന്നത്. ഇനി ഈ ഫുഡൊക്കെ ഒരുവിധം നല്ല പൗഡർ ഫോമിലായി നല്ല വെട്ടായി സലൈവനെ കൊണ്ട് ഓൾറെഡി ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റാർച്ച് ഹാസ് സ്റ്റാർട്ടഡ്. ഈ പരുവത്തിലാണ് ഫുഡ് ഉള്ളിലേക്ക് പോകുന്നത്. ഇനി ഈ ഫുഡിന് സ്റ്റമക്കിലേക്ക് എത്തണം. ഫ്രം യുവർ മൗത്ത് ദ ഫുഡ് ഹാസ് ടു റീച്ച് ദ സ്റ്റമക്ക് നൗ. Next destination. Okay, next stop is at the stomach. Now to reach to the stomach, when we swallow, there's a pipeline, no, esophagus, that through which the food has to pass to reach the stomach. ഇനി അടുത്തത് നമുക്ക് അറിയാനുള്ളത് ഈ ഫുഡ് സ്റ്റമക്കിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന്. ഫ്രം ദ മൗത്ത് സ്വാലോ ചെയ്തതിൻ്റെ ശേഷം സ്റ്റമക്കിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അത് okay, since it is downwards it will go on its own if you think. Then my question is, if a person is eating in this position, ഈ പൊസിഷനിൽ നിന്നിട്ട് ഒരു പേഴ്സൺ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ മിഴുങ്ങിയ ഭക്ഷണം സ്റ്റമക്കിലേക്കല്ലേ പോവുക?
താഴേക്ക് പോകണില്ലല്ലോ, സ്റ്റൊമക്കിലേക്ക് തന്നെ പോവാം. അതെങ്ങനെ സാധിക്കുന്നു? ദിസ് ഈസ് ബിക്കോസ് ഓഫ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്സ്. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഇതൊന്ന് നോക്കാം. ഒരു ടൂത്ത് പേസ്റ്റ് നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കി പിടിച്ചു നോക്കിയാൽ ആ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുമോ? ഇല്ല. ആ ടൂത്ത് പേസ്റ്റ് പുറത്ത് വരാൻ എന്താ വഴി? നിങ്ങൾക്ക് ആ ടൂത്ത് പേസ്റ്റിനൊന്ന് നെക്കി കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെ നെക്കി അമർത്തി കൊടുക്കുമ്പോഴാണ് ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരിക. ഇൻ ദ സെയിം വേ our food has also to be pressed at different spots. അപ്പോൾ നമ്മൾ മെഴുങ്ങുന്ന ഫുഡ് വന്ന് ഈസോഫേഗസ് കൂടി വരുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഈസോഫേഗസ്ത്തെ മസിൽസ് ദേ ഹാവ് കോൺട്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ അവർ പല സ്ഥലത്ത് ആ മസിൽസ് കോൺട്രാക്റ്റ് ആവും റിലാക്സ് ആവും. അപ്പോൾ ഒരു പ്രഷർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അമർത്തി നെക്കിയാണ് അത് താനെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. ഇതൊരു ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. വി ഡോണ്ട് ഹാവ് ടു ബോദർ ഓർ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇറ്റ് ഹാപ്പൻസ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻവോളണ്ടറിലി. അപ്പോൾ നമ്മൾ മെഴുങ്ങിയ ഫുഡ് ബിക്കോസ് ഓഫ് സം ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ, റിതമിക് കോൺട്രാക്ഷൻ, ഇറ്റ് റീച്ചസ് അവർ സ്റ്റമക്ക്. അപ്പോൾ ഈ മൂവ്മെൻറ്റിന് പറയുക പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്. Okay, so after peristaltic movement, peristaltic movement is seen in the entire digestive system. Okay, even when the food moves in the small intestine or large intestine, it is because of peristaltic movement. Okay, next let us see what happens to the food in the stomach. Okay, in the stomach, let us see what all is there. Hydrochloric acid is there, pepsin is there, and mucus is there. These are the three things that are present in the stomach. Now, what is the function of this hydrochloric acid? It helps in making an acidic medium because the enzyme പെപ്സിന് വർക്ക് ചെയ്യാൻ ആസിഡിക് കണ്ടീഷൻസ് വേണം. അപ്പോൾ നല്ല ആസിഡിക് മീഡിയം ഉണ്ടാവണം സ്റ്റമക്കിൽ. അപ്പോൾ ഈ എൻസൈം നല്ലപോലെ ഫങ്ഷൻ ചെയ്യും. ഫർദർ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡിന് ഹെൽപ്പ് ചെയ്യും ആസിഡിക് കണ്ടീഷൻസ്. അപ്പോൾ ഈ സ്റ്റമക്കിൽ വന്ന് നോക്കുമ്പം ഇവിടെയും 2 types of digestion is happening. That is, mechanical digestion is also happening, chemical digestion is also happening. How is mechanical digestion happening? സ്റ്റമക്കിൻ്റെ ഉള്ളിൽ പല്ലൊക്കെ ഉണ്ടോ? No. സ്റ്റമക്കിൻ്റെ ഉള്ളിൽ പല്ലൊന്നുമില്ല. But this muscular walls of the stomach are continuously churning the food. Okay, അപ്പോൾ what is happening? Mechanical digestion is happening because of that. പിന്നെ obvious chemical digestion because of presence of acids and enzymes. അപ്പോൾ ഈ എൻസൈമിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പെപ്സി കോക്കോകോല എന്നല്ല കേട്ടോ. ഈ സ്റ്റമക്കിൻ്റെ എൻസൈമിൻ്റെ പേരാണ് പെപ്സിൻ. ഈ പെപ്സിൻ എന്താ ഫങ്ഷൻ? It breaks down your proteins. Specifically, your pepsin cannot break down your carbohydrate or fats. It specifically breaks down your proteins. പ്രോട്ടീൻ്റെ വലിയ കഷ്ണങ്ങൾ ഇനി ചെറുതാക്കും ഈ എൻസൈം. പിന്നെ ഈ എൻസൈമിന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് HCl. പക്ഷേ a thought that we have to give here is the walls of our stomach. Upon the walls of the stomach is protein and inside it is a protein digesting enzyme. What is this? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ സ്റ്റമക്കിൻ്റെ ഉള്ളിൽ ഭയങ്കര ആസിഡാണ്, എന്നിട്ട് ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമും ഉണ്ട് പെപ്സിൻ. ദ വാൾസ് ഓഫ് അവർ സ്റ്റമക്ക് ഇസ് ബൈ ഇറ്റ് സെൽഫ് എ പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ സ്റ്റമക്ക് ഡൈജസ്റ്റ് ആയി പോവണ്ടേ? അത് ആവണില്ലല്ലോ. Because of the presence of a mucous membrane, a layer of mucus is there. This protects our stomach. Okay, this mucus layer protects the inner lining of your stomach from the action of the acid and the enzyme pepsin. Such beautifully we have made, no? Okay, very good. Okay, let us see next. Now from the stomach, after a partial, ഇവിടെയും complete digestion നടക്കുന്നില്ല കേട്ടോ. സ്റ്റമക്കിലും digestion complete ആവണില്ല. Next digestion, the food has to go into your small intestine. ഇപ്പം നിങ്ങൾക്ക് ഇനിയൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് ഇസ് ദ പ്രസൻസ് ഓഫ് എ സ്ഫിങ്ക്റ്റർ മസിൽ. സ്റ്റമക്കിൽ നിന്ന് ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോകുന്ന വഴിയിൽ ഒരു സ്ഫിങ്ക്റ്റർ മസിൽ. ഈ സ്ഫിങ്ക്റ്റർ മസിൽ എന്താണ് ചെയ്യുന്നത്? ലിമിറ്റഡ് ഫുഡിനെ പാസ് ചെയ്യാം ഇൻറ്റസ്റ്റൈനിലേക്ക്. അല്ലെങ്കിൽ എന്താവും, നമ്മൾ മെഴുകുന്ന ഫുഡൊക്കെ സ്റ്റൊമക്കിൽ കുറച്ച് ആക്ട് ചെയ്യാൻ പറ്റുന്ന മുന്നേ തന്നെ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിപ്പോവും. ആ സ്ഫിങ്ക്റ്റർ മസിലിൻ്റെ ഫങ്ഷൻ അവിടെ ഇല്ലെങ്കിൽ.
അപ്പോൾ the sphincter muscle, what it does, it regulates the movement of food from the stomach to the small intestine. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉള്ളത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളത്. പക്ഷേ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനൊക്കെ ആക്ട് ചെയ്യാൻ ഈ ആസിഡിക് കണ്ടീഷൻ ശരിയാവില്ല മക്കളെ. അതിന് ആൽക്കലൈൻ കണ്ടീഷൻ വേണം. ആ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിന് ആക്റ്റീവ് ആവാൻ ആൽക്കലൈൻ കണ്ടീഷൻ വേണം. അപ്പോൾ ഈ ആൽക്കലൈൻ കണ്ടീഷൻ വേണമെങ്കിൽ ഫസ്റ്റ് ഫുഡ് ഭയങ്കര ആസിഡിക് ഒക്കെ ആയിട്ടെല്ലാം ഇറങ്ങി വരുന്നേ. അപ്പോൾ അതിന് ആൽക്കലൈൻ ആക്കണം. ആ ചുമതല ഏറ്റത് ആരാണ്? നമ്മളെ മഹാനായ ബൈൽ ജ്യൂസ്. ഈ ബൈൽ ജ്യൂസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലിവർ. Liver is producing the bile juice which is secreted inside the small intestine. So when the food enters, acidic condition it is, and when it enters the small intestine, it mixes with the bile juice and it becomes alkaline. ഓക്കെ, ഇനിയൊരു സംഭവം ഉണ്ട് ബൈൽ ജ്യൂസിൽ. ബൈൽ ജ്യൂസ് എന്താ ചെയ്യുക കാര്യമായിട്ട്? ഈ മിക്സിംഗ് ഓഫ് ദ ഫുഡ് വിത്ത് ദ ബൈൽ ജ്യൂസ് വെൻ ഇറ്റ് ഹാപ്പൻസ്, ദ ഫാറ്റ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ അവർ ഫുഡ് മെറ്റീരിയൽ, അതൊരു വലിയ വലിയ ഗ്ലോബ്യൂൾസ് ആയിട്ടാണ് ഉണ്ടാവുക. ഫാറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റ്സൊക്കെ സ്റ്റമക്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. അപ്പോൾ അത് ഈ ബൈൽ ജ്യൂസിൻ്റെ കൂടെ വരുമ്പം അത് ഇറ്റ് ബ്രേക്സ് ഡൗൺ ഇൻ ടു സ്മോളർ ഗ്ലോബ്യൂൾസ്. അപ്പോൾ ഈ സ്മോളർ ഗ്ലോബ്യൂൾ ആവുമ്പം അതിൻ്റെ ഫർദർ ബ്രേക്ക് ഡൗൺ ഈസി ആവും. ഓക്കെ, അപ്പോൾ ബൈൽ ജ്യൂസ് എന്തൊക്കെ ചെയ്യും? ഇറ്റ് മേക്സ് യുവർ ഫുഡ് ആൽക്കലൈൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ എമൽസിഫൈയിങ് ഓഫ് യുവർ ഫാറ്റ്സ്, ദാറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ഇൻ ടു സ്മോളർ ഗ്ലോബ്യൂൾസ്. നെക്സ്റ്റ് നമ്മളൊരു കണക്ഷൻ നോക്കുന്നത് യുവർ പാൻക്രിയാസ്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇസ് ഓൾസോ എൻറ്ററിങ് ഇൻ ടു യുവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇവർ രണ്ടാലും വേറെ സെപ്പറേറ്റ് ഗ്ലാൻഡ്സ് ആണ്. ലിവർ വേറെ ഇതാണ്, ആൻഡ് പാൻക്രിയാസ് വേറെ ഓർഗൻ. ഫ്രം ദെയർ ദീസ് ജ്യൂസസ് ആർ എൻറ്ററിങ് ഇൻ ടു യുവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ ഉണ്ട്? 2 ടൈപ്സ് ഓഫ് എൻസൈംസ് ആർ ദെയർ, ദാറ്റ് ഇസ് ട്രിപ്സിൻ ആൻഡ് ലൈപ്പേസ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ എൻസൈമിൻ്റെ പേര് പഠിച്ചു? അമൈലേസ്, പെപ്സിൻ. നൗ വി ആർ സീയിങ് ട്രിപ്സിൻ ആൻഡ് ലൈപ്പേസ്. ട്രിപ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഫർദർ ഹെൽപ്സ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്, ഫർദർ ഡൈജസ്റ്റ് പ്രോട്ടീൻസ്. ആൻഡ് ലൈപ്പേസ് എന്താക്കും? ലിപ്പിഡ്സിന് ബ്രേക്ക് ഡൗൺ ചെയ്യും, മീൻസ് ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും ലൈപ്പേസ്. ഓക്കെ, അപ്പോൾ ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയ ഫുഡ് ഒരുവിധം എന്തായി മാറും? കുഞ്ഞു പ്രോട്ടീൻ കഷ്ണങ്ങൾ, കുഞ്ഞു ഫാറ്റ് കഷ്ണങ്ങൾ, കുഞ്ഞു കാർബോഹൈഡ്രേറ്റിൻ്റെ കഷ്ണങ്ങളായി മാറും അല്ലേ? ഇനി ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവാം. ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റ്സ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇവിടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് ഉണ്ട്. ഇവർ ഈ കംപ്ലീറ്റ് ഡൈജഷൻ മീൻസ് വാട്ട്? യുവർ പ്രോട്ടീൻ ഈസ് ഫൈനലി ബ്രോക്കൺ ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്സ്, your carbohydrate is finally broken down into glucose, and your fats is finally broken down into fatty acids and glycerol. ഇനി ഫർദർ ബ്രേക്ക് ഡൗണിൻ്റെ ആവശ്യമില്ല. അമിനോ ആസിഡ്സ് ആർ വെരി സ്മോൾ മോളിക്കുലർ സ്ട്രക്ചേഴ്സ് വിച്ച് യുവർ ബ്ലഡ് ക്യാൻ ക്യാരി. ഓക്കെ, അപ്പോൾ അത്രയും സ്മോളായി മാറ്റിയതിൻ്റെ ശേഷം ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്ന് ബ്ലഡിലേക്ക് ന്യൂട്രിയൻസ് പോവും. ഇനി അതെങ്ങനെ പോവുക? പൈപ്പ് ലൈൻ ഉണ്ടോ? ഇല്ല, അതിന് പൈപ്പ് ലൈൻ ഇല്ല. പക്ഷേ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വല്ലാത്ത സംഭവമാണ്. എങ്ങനെ അറിയോ? അത് ഭയങ്കര ലോങ് ഉണ്ടാവും. അങ്ങനെ കോയിൽഡ് ആയിട്ടാണ് പാക്ക് ചെയ്ത് പെട്ടിട്ടുള്ളത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ. അതിൻ്റെ പാക്കിംഗ് ഇത്ര ആവുന്ന നമുക്ക് ആവശ്യം എന്താണ്? അത്രയും സർഫേസ് ഈ ഫുഡ് ട്രാവൽ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കുറേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ പറയാം വില്ലൈ. അതിങ്ങനെ ഉണ്ടാവും, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഇവർ എന്താക്കും? ഈ വില്ലയിലേക്കാണ് ബ്ലഡ് വെസൽസ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് വന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കൂടി പാസ് ചെയ്യുമ്പം ഈ ചെറിയ അമിനോ ആസിഡും പിന്നെ യോർ ഗ്ലൂക്കോസ് ആൻഡ് യോർ ഗ്ലിസറോൾ, ദിസ് ക്യാൻ പാസ് ഫ്രം ദ വില്ലൈ ഇൻ ടു യുവർ ബ്ലഡ് സപ്ലൈ. അങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്ന് ബ്ലഡിലേക്ക് പോകുന്നത് through the villi, small villi that are present. ഇനി നമ്മൾ ഇതിലൊരു കാര്യം പഠിക്കാനുള്ളത്, ഇപ്പോൾ ഹെർബിവോറസ് ആനിമൽസ് ആണെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം നിറച്ചും സെല്ലുലോസൊക്കെ ആണ്. അപ്പോൾ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറേ സമയം പിടിക്കും. അപ്പോൾ ദാറ്റ് ഈസ് വൈ വി സീ ദേ ഹാവ് വെരി ലോങ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ്. അത്രയും നേരം ആ ഡൈജസ്റ്റ് ചെയ്യാൻ അതിന് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ലോങ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കാർണിവേഴ്സ് വാട്ട് വി സീ, they have small intestine. Why? Because they eat only meat, and meat can be easily digested.
അപ്പോൾ അവർക്ക് അത്രയും വലിയ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെറിയ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കൂടി ഫുഡ് പാസ് ചെയ്യുമ്പോഴത്തേന് അത് ഫുൾ ബ്രേക്ക് ഡൗൺ ആയി ബ്ലഡിലേക്ക് അബ്സോർബ് ആവും. Okay, so the blood absorbs the nutrients in this point. ഈ സ്റ്റോപ്പിൽ നിന്നാണ് ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, ഈ ന്യൂട്രിയൻസ് പോയതിൻ്റെ ശേഷം ഈ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പുഷ് ചെയ്യപ്പെടും. ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിലും വില്ലായി ഉണ്ടാവും. ഇവിടെ വില്ലായിൻ്റെ ഫങ്ഷൻ എന്താണ്, ഈ പുഷ് ചെയ്യപ്പെട്ട ഫുഡിൽ വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ ഫുള്ള് നമ്മുടെ ബോഡിക്ക് റിറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ വാട്ടർ അവിടുന്ന് അബ്സോർബ് ആവും, ആ ഫുഡിൽ നിന്ന് വാട്ടർ അബ്സോർബ് ആവും. ഓക്കെ, പിന്നെ അതെന്താ, ആ വാട്ടർ എന്താവും, യൂറിനായി മാറോ ഇല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ ആവോ, ദാറ്റ് ആൻഡ് ഓൾ യു വിൽ ലേൺ ഇൻ അതർ സെക്ഷൻ. Now in this, when we are talking about food, let's just understand this much, that from the large intestine what is happening, water is being absorbed back. Okay, water is being absorbed. Upon last, what is remaining in the large intestine is the unwanted waste material which does not have water also. Minimum water content will be there. And finally, this is pushed out of the body. Unwanted waste is pushed out of the body through the anal sphincter. അപ്പോൾ ഇവിടെയും ഒരു സ്ഫിങ്ക്ടർ മസിലിൻ്റെ ആവശ്യം എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇത് ഇവിടെയും റെഗുലേറ്റ് ചെയ്യണം. മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ഔട്ട് ഓഫ് ദ ബോഡി ഈസ് ഓൾസോ റെഗുലേറ്റഡ്. Okay, even the unwanted waste which has to be pushed out of the body, it's regulated by this muscle called the anal sphincter. So this is how food is digested, and this much is there in your textbook. Hope if you are listening to this video, write down all the points that I have said in point-wise manner. It will help you to learn better. Next life process that we'll be seeing is respiration, that we'll see in the next class. Okay, bye.